സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതോടെ അവകാശവാദവുമായി ദീപ്തി മേരി വർഗീസും മുഹമ്മദ് ഷിയാസും കളത്തിലുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ മുഹമ്മദ് ഷിയാസിനായി പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു. ദീപ്തി മേരി വർഗീസിന്റെ പേരിലും പ്രചരണം നടക്കുന്നുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇതിപ്പോ വൈകുന്തോറും അവിടെ പ്രശ്നം സങ്കീർണമാവും. ഷിയാസിന്റെ റോഡ് ഷോ ഉണ്ടെന്ന് അനൗൺസ് ചെയ്തിരുന്നു. ഇതാ പലയിടത്തും ഫ്ലക്സുകൾ വരുന്നു. ദീപ്തി മേരി വർഗീസിന്റെ പേരിൽ പോസ്റ്ററുകളാണ് നമ്മൾ രാവിലെ കണ്ടത്. രണ്ടിലാരായിരിക്കും സ്ഥാനാർത്ഥിയെങ്കിലും മറ്റേയാൾക്ക് ക്ഷീണമാണ്. എങ്ങനെയൊക്കെയാണ് കൊച്ചി കോൺഗ്രസിലെ ചർച്ചകൾ? തീർച്ചയായിട്ടും അതായത് ദീപ്തി മേരി വർഗീസാണോ അതോ മുഹമ്മദ് ഷിയാസാണോ എന്നത് സംബന്ധിച്ച നേതൃത്വത്തിനും അത്തരത്തിൽ അണികൾക്കും ഇടയിൽ വലിയ രീതിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രാവിലെ ദീപ്തി മേരി വർഗീസിന്റെ പോസ്റ്ററുകളാണ് പുറത്തേക്ക് വന്നതെങ്കിൽ ഇപ്പോഴിതാ മുഹമ്മദ് ഷിയാസിന് വേണ്ടി പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പനേപ്പള്ളി യൂണിറ്റാണ് ഇത്തരത്തിൽ മുഹമ്മദ് ഷിയാസിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. അതുകൂടാതെ തന്നെ മുഹമ്മദ് ഷിയാസിനായി ഇന്ന് രാത്രിയോടുകൂടി റോഡ് ഷോ ഉൾപ്പെടെ അവർ ആലോചന നടത്തിയിരുന്നു. വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ റോഡ് ഷോ ഉൾപ്പെടെ ക്രമീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ തങ്ങളുടെ അമർഷം ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ പോസ്റ്ററുകളും എല്ലാം അടിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ ദീപ്തി മേരി വർഗീസിന്റെ പോസ്റ്ററുകൾ അച്ചടിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇത് ഇപ്പോൾ നിർത്തിവെക്കുവാനും നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി ഇപ്പോൾ മുഹമ്മദ് ഷിയാസിന് വേണ്ടി ഫ്ലെക്സുകൾ, അതായത് കൊച്ചിയുടെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഫ്ലെക്സുകൾ സ്ഥാപിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത്. കൊച്ചിയിൽ ഇനി ആര് സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച ഒരു തർക്കത്തിലേക്ക് നേതൃത്വം ഉൾപ്പെടെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയർന്നിരിക്കുന്നത്. എന്തായാലും ആരായാലും ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ മറ്റൊരാൾക്ക് ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറിക്കേണ്ടി വരും. അത് ഇനി എങ്ങനെ നേരിടണം എന്നതാണ് നേതൃത്വത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ 2 സ്ഥാനാർത്ഥി സാധ്യതകൾ ഉയരുന്നു. അണികൾ സജീവമാണെന്നാണ് ഇരുവരും പറയുന്നത്. എന്തായാലും മുഹമ്മദ് ഷിയാസിന്റെ പേരിലും ദീപ്തി മേരി വർഗീസിന്റെ പേരിലും പോസ്റ്ററും ഫ്ലക്സും ഒക്കെ തയ്യാറാവുന്നുണ്ട്. എന്നാൽ പട്ടികയിൽ ആരായിരിക്കും? ഇതിൽ കൊച്ചിയിലും ആകാംക്ഷ തുടരുകയാണ്.